മലപ്പുറത്തേക്കാണ്. മലപ്പുറത്ത് UDFന്റെ തേരോട്ടമായിരുന്നു. ജില്ലയിലെ 12 നഗരസഭകളിൽ 11ലും UDF ഭരണം ഉറപ്പിച്ചു. LDFന്റെ കയ്യിൽ നിന്ന് 2 നഗരസഭകൾ പിടിച്ചെടുത്താണ് UDFന്റെ കുതിപ്പ്. ജില്ലാ പഞ്ചായത്തിലെ മുഴുവൻ ഡിവിഷനുകളിലും UDF ആണ് മുന്നിൽ. 15 ബ്ലോക്കിൽ 14ഉം UDF തൂത്തുവാരി. 94ൽ 90 പഞ്ചായത്തുകളിലും UDFന് വൻ വിജയമാണ്. അഷ്കർ അലി കരിമ്പ ചേരുന്നു നമുക്കൊപ്പം മലപ്പുറത്ത് നിന്ന്. ഗുഡ് ഈവനിംഗ് അഷ്കർ അലി കരിമ്പ. ഇതാണ് വിജയം. ഈ വിജയത്തിന്റെ ക്രെഡിറ്റ് UDFനുള്ളിൽ തന്നെ ലീഗിന് വലിയ കയ്യടിയായി കിട്ടിക്കൊണ്ടിരിക്കുകയാണോ ഇപ്പോൾ? സുജ, ലീഗും കോൺഗ്രസും മുൻകാലങ്ങളിലില്ലാത്ത വിധം ഐക്യപ്പെട്ട് നേരിട്ട ഒരു തെരഞ്ഞെടുപ്പായിരുന്നു ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ്. അതിന്റെ ഫലം ഉണ്ടായി എന്ന് തന്നെ പറയേണ്ടി വരും. LDFന് നിലം പരുഷമാക്കിക്കൊണ്ടാണ് UDFന്റെ തേരോട്ടം ഉണ്ടായിരിക്കുന്നത്. മലപ്പുറം ജില്ലയിലെ 33 ജില്ലാ പഞ്ചായത്ത് ഡിവിഷനുകളാണ്. കഴിഞ്ഞ തവണ 5 സീറ്റുകൾ LDF വിജയിച്ചെങ്കിൽ ഇത്തവണ ഒരു സീറ്റിൽ പോലും LDF വിജയിച്ചിട്ടില്ല. പൊടി പോലുമില്ല LDF ജില്ലാ പഞ്ചായത്തിൽ എന്നാണ്. പ്രതിപക്ഷമില്ലാതെ ജില്ലാ പഞ്ചായത്ത് UDF ഭരിക്കും. ബ്ലോക്ക് പഞ്ചായത്തിൽ വരികയാണെങ്കിൽ 15ൽ 14 ബ്ലോക്ക് പഞ്ചായത്തുകളും UDF എടുത്തിരിക്കുന്നു. ഒരു ബ്ലോക്കിൽ മാത്രം LDFും UDFും ഒപ്പത്തിനൊപ്പം എത്തിയത്. എല്ലാ കാലത്തും LDFിൽ നിന്നിരുന്ന പൊന്നാനിയിലാണ് 2 ബ്ലോക്കുകൾ LDFിനെ കൈവിട്ടു. തിരൂരും അതുപോലെ തന്നെ പെരുമ്പടപ്പ് 2 ബ്ലോക്കുകൾ LDFിനെ കൈവിടുകയും ചെയ്തു. 6 ബ്ലോക്കുകളിൽ LDFിന് ഒരു സീറ്റിൽ പോലും വിജയിക്കാൻ കഴിഞ്ഞിട്ടില്ല. 6ഇടത്തും UDF പ്രതിപക്ഷമില്ലാതെ തന്നെ ഭരിക്കും. അത് അരീക്കോട്, വേങ്ങര, മലപ്പുറം, കാളികാവ് ഉൾപ്പെടെ കുറ്റിപ്പുറം ഉൾപ്പെടെയുള്ള 6 ബ്ലോക്കുകളിൽ LDF ഇല്ലാതെ പ്രതിപക്ഷമില്ലാതെയാണ് UDF ഭരിക്കാൻ പോകുന്നത്. ഇനി പഞ്ചായത്തുകളിലേക്ക് വരികയാണെങ്കിൽ കഴിഞ്ഞ തവണ 70-24 എന്നതായിരുന്നു കക്ഷിനില. എന്നാൽ ഇത്തവണ 94ൽ 90 പഞ്ചായത്തും UDF പിടിച്ചിരിക്കുന്നു. 3 പഞ്ചായത്തിൽ മാത്രമാണ് LDFിന് ഭരണം. പൊന്മുണ്ടത്ത് അഥവാ കോൺഗ്രസും CPM-ഉം സഖ്യമായി മത്സരിച്ച പൊന്മുണ്ടത്ത് ജനകീയ മുന്നണിയും അധികാരത്തിലെത്തും. അങ്ങനെ 94ൽ 90 പഞ്ചായത്ത് നേടി ശക്തമായ മുന്നേറ്റം ഉണ്ടാക്കിയിരിക്കുന്നു. ഇനി നഗരസഭകളിലേക്ക് വരികയാണെങ്കിൽ 3 പതിറ്റാണ്ടിലധികം LDFന്റെ കുത്തകയായിരുന്നു പെരിന്തൽമണ്ണ നഗരസഭ. ആ പെരിന്തൽമണ്ണ നഗരസഭ UDF പിടിച്ചെടുത്തിരിക്കുന്നു. മാത്രമല്ല പെരിന്തൽമണ്ണ നിയമസഭാ മണ്ഡലത്തിലെ നജീബ് കാന്തപുരം MLA ആയിട്ടുള്ള നജീബ് കാന്തപുരത്തിന് കൂടി ശക്തമായ ഇടപെടലുണ്ടായിരുന്നു. മൂപ്പര മണ്ഡലത്തിലുള്ള എല്ലാ പഞ്ചായത്തുകളും നഗരസഭയും UDF പിടിച്ചെടുത്തു. തിരൂർ ഉൾപ്പെടെ ഒട്ടുമിക്ക നിയമസഭാ മണ്ഡലങ്ങളിലും LDFന് സാന്നിധ്യം അറിയിക്കാൻ പോലും ഒരു പഞ്ചായത്ത് പോലും ഇല്ലാത്ത അവസ്ഥയാണ്. നിലമ്പൂരിലാണെങ്കിൽ കഴിഞ്ഞ തവണ ലീഗിന് ഒരു സീറ്റ് പോലും ഇല്ലാത്ത ഒരവസ്ഥയിലേക്ക് UDF തകർന്നടിഞ്ഞ നിലമ്പൂർ നഗരസഭയിൽ ഇത്തവണ 7 സീറ്റോടുകൂടി ലീഗ് 7 സീറ്റിൽ വിജയിക്കുകയും 36ൽ 28 സീറ്റ് നേടി UDF LDFിൽ നിന്ന് ഭരണം പിടിച്ചെടുക്കുകയും ചെയ്തു. അങ്ങനെ 12 നഗരസഭയിൽ പൊന്നാനി ഒഴികെ 11ഇടത്തും UDF ഏകപക്ഷീയമായിട്ടുള്ള വിജയം തന്നെ നേടിയിരിക്കുന്നു. LDFന് പൊന്നാനി മാത്രമാണ് ആശ്വാസകരമായിരിക്കുന്നത്. പഞ്ചായത്തുകളിൽ വെളിയങ്കോടും നെടുമരുതൂരും വാഴയൂരും ഒഴികെ എല്ലാ പഞ്ചായത്തുകളും LDFന് അടിപതറി എന്ന് തന്നെ പറയേണ്ടി വരും. നിലം പരുഷമാക്കിക്കൊണ്ട് തന്നെ UDFന്റെ തേരോട്ടമാണ് മലപ്പുറത്ത് കണ്ടത്. സുജിയ. ഓക്കെ, താങ്ക് യു അഷ്കർ അലി.